അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുകയും ഇന്ന് വെയിറ്റ് ലോസിൻ്റെ വീഡിയോ എടുക്കട്ടെ. രാവിലെ കണ്ട് ലോങ് വീഡിയോ സ്റ്റാർട്ടാക്കുമ്പോൾ വിചാരിക്കും, പക്ഷേ അത് രാവിലെ തന്നെ എണീറ്റ് വന്ന് നേരെ വെള്ളം അങ്ങോട്ട് കുടിക്കും. അതോടുകൂടി വെയിറ്റ് നോക്കുന്ന കാര്യം കഥാ ഹവ. അപ്പോൾ അങ്ങോട്ട് മറക്കുമ്പോൾ പിന്നെ എനിക്ക് അത് ആ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ഒരു ചടപ്പ് വരും കേട്ടോ. അങ്ങനെയാണ് നീണ്ട് പോയത്. ഇപ്പോൾ കുറേ ദിവസമായില്ല ഇട്ടിട്ട്. ഇന്നിപ്പോൾ 23ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല കുട്ടിയായിട്ട് രാവിലെ തന്നെ വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇന്ന് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് വെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ സീതോഷ് തന്നെയാണ്. ഞാൻ പ്രത്യേകം പറയുന്നില്ല കേട്ടോ. എപ്പോഴും തന്നെ പറയുമ്പോൾ നിങ്ങൾക്കായാലും ചടക്കൂലേ. ഞാൻ പറയുന്നത് എനിക്ക് ചടപ്പില്ലെങ്കിലും നിങ്ങൾക്ക് ചടപ്പുണ്ടാവില്ലേ. അപ്പോൾ സീതോഷയ്ക്ക് കറിയായിട്ട് നമ്മൾ ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. ആ ഒരു ചെറിയ മീനുണ്ടല്ലോ, വത്തല മീനാണല്ലോ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ അപ്പത്തിലേക്കുള്ള കറി. അപ്പോൾ ഇതുമൂന്നാണ് ഞാൻ വേഗം ഓക്ക് 2 അപ്പമൊക്കെ ചുട്ടിട്ട് പ്ലേറ്റിലേക്ക് ആ മീൻ കറിയൊക്കെ ഒഴിച്ച് ഓക്ക് കൊടുക്കുകയാണ്. കാരണം അത് അവരുടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെ കാത്തിക്കുമ്പോഴാണ് ഞാൻ അപ്പം ചുടുന്നത്. ഇന്ന് മീൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു സ്ലോ മോഷൻ ഒരു അപ്പം ചുടലൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അരിപ്പൊടി ഉണ്ട്, വേഗമായിട്ട് ഈ ഒരു അപ്പം ചൂടാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ കറി ഉള്ളതുകൊണ്ട് കറി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ലോ മോഷനാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ അങ്ങോട്ട് നേരം വൈകും. നമുക്ക് എളുപ്പക്കടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അധികം അങ്ങോട്ട് നേരം വൈകുന്ന ഏർപ്പാടായിരിക്കും കേട്ടോ ചെയ്യുക. അങ്ങനത്തെ ഓൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് ഓക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു അപ്പം തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിത് അതിക്കൊരു 3 അപ്പം കൊടുത്തു. ഇത് ലാസ്റ്റ് അപ്പമാണ് കേട്ടോ നീക്കി വെച്ചത്. അത് കുറച്ച് കട്ടിയുണ്ട്, കാരണം ഞാൻ കുറച്ച് നേരം ആ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് ഒരു വിറങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം 3 വെച്ചു. പിന്നെ മീൻ കറി കൊണ്ടുപോകണ്ടല്ലോ, ട്യൂഷനല്ലേ. അപ്പം ട്യൂഷനല്ല, സ്കൂൾക്ക് തന്നെ മീൻ കറി ആകുമ്പം കുട്ടികൾക്കൊക്കെ ഒരു മണം വരില്ല. അപ്പോൾ വിചാരിച്ചിട്ട് ഈ കുറച്ച് ബീഫ് അവിടെ ഉണ്ടായിന്. അപ്പോൾ അത് ഞാനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കി കുറച്ച് ചിക്കൻ മസാല മീറ്റ് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ കൊടുത്തയച്ചു. പിന്നെ പാക്ക് ചെയ്തു. അവളെ ഫ്രണ്ടിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫ്രണ്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ അവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഒരു 2 ആളാണ് കേട്ടോ. ഒരുമിച്ചാണ് പോവുക. അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണ്, ഓക്കും ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ 2 ആൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുമ്പോൾ 2 ആൾ സെറ്റ് ആവുമല്ലോ. പോയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചായയൊക്കെ കുടിക്കാൻ. രാവിലെ ഒന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അവരണ്ട് പോയി. നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ഇതുമ്പോൾ പോയിട്ടോ. ഇതുമ്പോൾ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചായ ഒക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിങ്ങനെ കുറേശ്ശെ അത് ഒരുപാട് അങ്ങോട്ട് കഴിക്കണം, അങ്ങനെ പെട്ടെന്ന് വലിച്ചു കുടിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ ഞാനിങ്ങനെ ഓരോ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ചില ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അതുപോലെ ക്ലാസ് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം ഇട്ട് ഒറ്റ നേരം നമ്മൾ 2-3 ഗ്ലാസ് വലിച്ച് കുടിക്കരുത്, നമ്മൾ കുറേശ്ശെ കുടിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ ഒരു കപ്പ് വെള്ളം, ചിലപ്പോൾ 1.5 കപ്പ് വെള്ളത്തോളം ഞാൻ ചൂടാക്കിയിട്ട്, മഴയാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് തീരെ ദാഹം ഉണ്ടാവില്ലല്ലോ. അപ്പം നല്ല വെള്ളത്തിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടാവും, നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് കൂടുതൽ രാവിലത്തെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. രാവിലെ വെള്ളം കുടിക്കുന്നത് നമുക്ക് മൊത്തം അന്നത്തെ ദിവസത്തെ മൊത്തം ബാധിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ക്ഷീണത്തിന് കുറവും ഉന്മേഷവും ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെയാണ് രാവിലെ അത് കുടിക്കുന്നതുകൊണ്ടാവും ചിലപ്പോൾ എനിക്ക് പൊതുവേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ താല്പര്യമില്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ആ ഫുഡ് തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുക. പക്ഷേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു 10 മണി ടൈമിൽ കഴിക്കുന്നത് അതേ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയാലും എവിടെ പോയാലും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ കഴിക്കാൻ ശ്രമിക്കാറ്. പക്ഷേ എനിക്ക് വയറ് നിറഞ്ഞ ഫീലാണ്. അത് വെള്ളം ഒരുപാട് കുടിക്കുന്നതുകൊണ്ട് വയറ് നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ടാണ് എനിക്ക് കുടിക്കാൻ പറ്റാത്തത്, പക്ഷേ കഴിക്കാൻ പറ്റാത്തത്. പക്ഷേ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് അതെന്താ വെച്ചാൽ എനിക്കത് ഒരു എന്താ പറയുക, ഒരു ശീലമായി. അത് മാറ്റാൻ ശ്രമിച്ചാലൊക്കെ മാറും, പക്ഷെ മാറ്റാൻ ഇഷ്ടപ്പെടാത്തൊരു ശീലം എന്ന് പറഞ്ഞില്ലേ, മാറണ്ട അങ്ങനെയൊക്കെ കുറഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു ശീലമാണ് ചായ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ട് വെയിറ്റ് കുറയണം ഇല്ലാന്നല്ലേ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ. അപ്പം അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ളത് കൂടുതലും പാർവതി എന്നാണ് ഞാനതിൽ പേര് വായിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഞങ്ങൾ പറഞ്ഞിട്ട് എന്താ ഇത്ര കഴിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ അഭ്യർത്ഥന മാനിച്ച് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബദാം എടുത്തിട്ടുണ്ട്. ഇത് നല്ലതല്ലേ.
അപ്പോൾ ഞാൻ ഇതും ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഈ ബദാം നമുക്ക് നല്ല എന്താ ഹെൽത്തിന് അടിപൊളിയാണല്ലോ, എല്ലാവർക്കും അറിയണതാണല്ലോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതും ചായയും കുടിച്ച് നമുക്ക് ഇന്നത്തെ ഒരു പ്രഭാത ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഉച്ചക്കും രാത്രിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിയുന്നതും വഴുതനങ്ങ, കൈപ്പങ്ങ, ഇപ്പോൾ ക്യാബേജൊക്കെ കൊണ്ടുവരുപ്പിച്ച് കഴിക്കാറുണ്ട്. ഡെയിലി വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ തുടങ്ങും, പക്ഷേ മുഴുവനാക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ ഡിലീറ്റ് ആക്കിയാൽ. അപ്പോൾ കഴിയുന്നതും ഞാൻ 1-2 ദിവസങ്ങളിൽ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. കഴിയുന്നതും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ഞാൻ ഷോർട്സിൽ ഓരോ വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഒരു പിന്നെ ഓൺലൈനായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് അത്. ഒരു സ്ത്രീകൾക്ക് പിന്നെ സ്ത്രീകൾക്ക് പറ്റിയ തരം ഒരു യോഗ കൂടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഒരുപാട് വെയിറ്റ് കുറയുന്ന ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ടായിട്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ബോഡിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കൗട്ടാണ്. പിന്നെ എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കൊരു സുഖം തോന്നാറുണ്ട്. പിന്നെ PCOD അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഹെൽപ്ഫുള്ളാണ് ടൈപ്പ് ഒരു വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാകുമ്പോൾ നമുക്ക് അധികം തിന്നാനൊന്നും പറ്റില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ, ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ഈ വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ 5 മണി 6 മണി ആ ടൈമിലാണല്ലോ നിർത്തിയിട്ടുണ്ടായിരുന്നത്, അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ 8 മണിക്കാണ് വർക്കൗട്ട് കഴിയുക. അപ്പോൾ 8 മണിക്ക് വന്നിട്ട് ഇച്ചിരി ഒന്നില്ലെങ്കിൽ ഒരു കഷ്ണം പഴം അല്ലെങ്കിൽ ഇച്ചിരി ഓട്സ്, അതൊക്കെ ഞാനിപ്പോൾ രാത്രിയാണ്. അപ്പോൾ ചെറിയൊരു മാറ്റം ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഞാൻ നമ്മുടെ വീഡിയോയിൽ ഫ്ലൈറ്റ് കാണിക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. ബാക്കി കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചായയും ബദാമൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ നിന്ന് കുറച്ചൊക്കെ പണി അങ്ങനെ തീർന്നു കൊടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലോ. അതിന് പോസ്റ്റ് ഓഫീസിൽ 1-2 ആവശ്യങ്ങൾക്ക് പിന്നെ ചെല്ലണം. അപ്പോൾ ഞാനും വരേണ്ട ആവശ്യമുണ്ടോ, എന്തോ ഒപ്പിടാനോ കയ്യോ വെക്കാനോ എന്തൊക്കെയോ കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ വരെ 10 മിനിറ്റ് കൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയിട്ട് അവിടുത്തെ ഏർപ്പാടല്ലേ, അങ്ങോട്ട് നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നതൊരു 12-12:45 നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇന്നൊരു ദിവസം നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല സംഭവങ്ങളൊക്കെ കാണിച്ച് തരണം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ. അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൂർണ്ണ വൈക്കുക ഒരു മന്തി വാങ്ങിയാണ് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. എന്താ അപ്പം കഥ അല്ലേ. ഞാനാണെങ്കിൽ ഇന്നുണ്ടല്ലോ അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ വേറെ വഴിയില്ല, കാരണം ഫുഡ് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്കത് കുറച്ച് ഹാഫ് റൈസ് വാങ്ങി, പിന്നെ മന്തിത്തെ ചിക്കൻ ഇവിടെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അൽഫാം വാങ്ങിയതാണ് കേട്ടോ. പിന്നെ മയോണൈസ് പിന്നെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ ബദാം മാത്രമല്ല കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചക്ക് മുട്ട പൊരിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഇപ്പോൾ ഇത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതേതായാലും കഴിക്കേണ്ടി വരും. പിന്നെ ഇച്ചിരി റൈസ് എന്തായാലും കഴിക്കേണ്ടി വരുമല്ലോ, കാരണം നല്ല വിശന്ന് നിൽക്കില്ലേ. അപ്പം ഞാൻ ഇച്ചിരി ഒരു കോരിയാണ് മന്തി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അൽഫാം എടുത്തു. അൽഫാം പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. ഞാൻ ഇച്ചിരി മയോണൈസ് എടുത്തു. മയോണൈസ് എനിക്കറിയാം, മയോണൈസ് കഴിക്കുന്നത് വേറെ ഇതിലല്ലോടല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇച്ചിരി എടുത്തു കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇന്നലെ വരെ നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. ഇന്ന് അപ്പം കണ്ട് ആകെ ഒരു പിന്നെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ കണ്ട് ഇതാണ് അവസ്ഥ കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ വീഡിയോ എടുക്കാം, നല്ല രീതിയിൽ കാണിക്കാതൊക്കെ വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറ്റ് ചെറുതായിട്ടൊരു ചീറ്റ് ഡേ ആയി പോയിട്ടോ. അതൊരു ചെറിയ ചീറ്റ് ഡേ എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ ഇന്നലെ വരെ ഉള്ളതിൻ്റെ വെയിറ്റാണ് ഇന്ന് ഞാൻ എടുത്തത്. അപ്പോൾ വെയിറ്റ് എന്തായാലും നമുക്ക് നോക്കാം, പക്ഷേ നാളെ എന്തായാലും വെയിറ്റ് കൂടുന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ അതിൻ്റെ ഫുഡാണല്ലോ. ഇച്ചിരി മയോണൈസൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി കൺട്രോൾ ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ പറയുമ്പം എനിക്കറിയാം ചടപ്പാണെന്ന്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ചായ കുടിച്ച് അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ
കഴുകി കഴിഞ്ഞൊരു 4:30-5 മണി ആ ഒരു ടൈം ആയപ്പം പിന്നെ ചായ കുടിച്ചും കണ്ട് നിർത്താമെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കിയതാണ്. വേറെ ഒന്നും അതിലേക്ക് കൂട്ടണമൊന്നുമില്ല. കാരണം ചായ കുടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം മോളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചായയും കടിയൊക്കെ ഉണ്ടാക്കും ഇവിടെ. അതായത് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ചായ കുടിക്കും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് മന്തി കഴിച്ചതുകൊണ്ട് ഞാനൊരു ചീറ്റ് ഡേ ആയിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ നുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം നുറുക്കും വാങ്ങി ചായ കുടിച്ചു. പിന്നെ എന്തായാലും ഒരു 4 മണി 4:30 ആയിട്ടുള്ളൂ, അങ്ങോട്ട് നിർത്താം എന്നുള്ള രീതിയിലൊക്കെ നല്ല കുട്ടിയായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും പണി പറ്റി. അപ്പോൾ ഇന്നലെ വരെയുള്ള വെയിറ്റ് എടുത്തത് വലിയൊരു സമാധാനമായിട്ടോ. കാരണം നാളെയാണ് വെയിറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നോക്കിയത് നന്നായി എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ നിർത്തിയതിന് ശേഷം ഉണ്ടല്ലോ, രാത്രിയായ പിന്നെ മോളൂനൊരു എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് വരുമല്ലോ. അത് പിന്നെ നമുക്ക് ഈ ഹോർമോണിൻ്റെ പീരീഡ്സ് ആവാനാവുമുള്ള സമയത്തൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഓരോരോ പരിപാടിയാണ് കേട്ടോ. അപ്പം ഇത്തവണ മസാല ദോശ കഴിക്കാനേ നോക്കൂ പൂതി. അപ്പം അവിടെ പോയി കഴിക്കാമെന്നൊക്കെ അതിങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതി. അങ്ങനെ ഓളും ഇപ്പച്ചിയും കൂടി പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഐറൂസിന് നെയ് റോസ്റ്റും ഞങ്ങൾക്കൊക്കെ മസാല ദോശയും പൊടി ദോശയും ഒക്കെ ഉണ്ട്. അപ്പോൾ പൊടി ദോശയിൽ നിന്നൊരു പീസും മസാല ദോശയിൽ നിന്നൊരു പീസും എടുത്താണ് കഴിക്കുന്നത്. സാധാരണ മസാല ദോശേൻ്റെ അത്ര ബിൽപ്പോ കാര്യമൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു മസാല ദോശയായിരുന്നു. അതിൻ്റെ പകുതി ഞാനും പകുതി ഇതും കൊടുത്തു. പിന്നെ പൊടി ദോശേൻ്റെ പകുതി ഞാനും പകുതി ഇതും കൊടുത്തു. അങ്ങനെയുണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. ചമ്മന്തി ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം കുതാവേണം. അപ്പോൾ നാളെ എന്തായാലും വെയിറ്റ് കൂടും. ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. എന്തായാലും വീഡിയോസ് തുടങ്ങിയില്ലേന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മുഴുവനാക്കിയതാണ് ഈ വീഡിയോ. എന്തായാലും കഴിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കണമല്ലോ, അതുകൊണ്ട് എടുത്തതാണിത് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും വെയിറ്റ് കൂടുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 3 കിലോ വെച്ച് കുറയണം എന്നൊക്കെയാണ്. എന്തായാലും ഇന്നത്തെ വെയിറ്റ് കാണിക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വെയിറ്റ്. കറക്റ്റ് 101 കേട്ടോ. നമ്മൾ 105 പോയിൻറ്റ് സംതിങ് എന്നാണ് സ്റ്റാർട്ടാക്കിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ 4 കിലോനോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ മാസത്തിലൊരു 3.5-4 ആ ഒരു കുറയണം. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കുറഞ്ഞ് കിട്ടിയാൽ മതി. അതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നതല്ലോ. പിന്നെ നമ്മൾ അരിഭക്ഷണവും കാര്യങ്ങളും എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് വേണമല്ലോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാളും രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് പോയി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറഞ്ഞതിൻ്റെ ഒരു സമാധാനം ഉണ്ട്. ഇന്ന് ഫുഡ് ഒരുപാട് കഴിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.